കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഫോട്ടോഷോപ്പ് നമ്മുടെ മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്യാം. അതിന് യാതൊരു ആപ്ലിക്കേഷനൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ആവശ്യം തന്നെ ഇല്ല. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. സോ ഫോട്ടോഷോപ്പ് നിങ്ങളുടെ മൊബൈൽ ലഭിക്കാനായി നിങ്ങളുടെ ബ്രൗസറിലോട്ട് പോയി അവിടെ സെർച്ച് ബാറിൽ ഫോട്ടോപി എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. ഇത്തരത്തിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്ന വെബ്സൈറ്റാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത്. വെബ്സൈറ്റ് ഓപ്പൺ ആക്കലോടുകൂടി നിങ്ങളുടെ ഫോട്ടോഷോപ്പിൻ്റെ എല്ലാ ടൂൾസും അടങ്ങിയ ഒരു വിൻഡോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഇവിടെ നിങ്ങളുടെ ഫോട്ടോഷോപ്പ് ന്യൂ പ്രൊജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു വെച്ച PSD ഫയൽ ഇതിൽ എഡിറ്റ് ചെയ്യുകയും ചെയ്യാം. സോ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ന്യൂ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഞാനൊരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങുന്നു. ഇവിടെ നിങ്ങളുടെ ക്യാൻവാസ് സെലക്ട് ചെയ്യാൻ പറയുന്നു. ഞാൻ ജസ്റ്റ് ഒരു ക്യാൻവാസ് ഇവിടെ ചൂസ് ചെയ്യുന്നു. നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ഫോട്ടോഷോപ്പ് എഡിറ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ സ്മാർട്ട് ഫോണിലും ഇതുപോലെ എല്ലാ ടൂൾസും ഉപയോഗിച്ച് നമുക്ക് ഇനി എഡിറ്റ് ചെയ്യാം. സോ ഞാനിവിടെ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ടെക്സ്റ്റ് ടൂൾ ടൈപ്പ് ചെയ്യുന്നു. അതിന് നമുക്ക് സൈസ് മാറ്റാനും അതിൻ്റെ കളർ മാറ്റാനും അതുപോലെ തന്നെ അതിൻ്റെ ഫോണ്ടുകൾ ചേഞ്ച് ചെയ്യാനുമുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് ഈ ഒരു ഫോട്ടോപി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നമുക്ക് ലഭ്യമാണ്. എക്സാമ്പിളായി ഞാനൊരു കളർ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ കളർ ബോക്സ് എന്ന ഒരു കളർ സെലക്ട് ചെയ്യുന്നു. ശേഷം പെയിൻറ്റ് ബക്കറ്റ് ടൂൾ ഉപയോഗിച്ച് ഞാനിവിടെ ലെയർ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുകയാണ്. ലെയർ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് വരുന്നത്, നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്ത് ഞാനിവിടെ പെയിൻറ്റ് ബക്കറ്റ് ടൂൾ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, വളരെ പ്രൊഫഷണലായിട്ട് തന്നെ സംഭവിക്കുന്നുണ്ട്. ഇനി ഫയൽ ഓപ്പൺ ചെയ്ത് നമ്മുടെ മൊബൈലിലെ സ്റ്റോറേജിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇമേജ് കാര്യങ്ങൾ ഇതിലേക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം അത് ഇവിടുന്ന് കട്ട് ചെയ്തുകൊണ്ട് മറ്റുള്ള ക്യാൻവാസിലേക്ക് പേസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസ് നമുക്കിതിൽ ലഭിക്കുന്നതാണ്. ഇനി ഫോട്ടോഷോപ്പിൽ ഡിസൈനർമാർ കൂടുതലായി ഉപയോഗിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് ക്ലിപ്പിംഗ് മാസ്ക് ടൂൾ. സോ അതെങ്ങനെയാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു സ്ക്വയർ ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത ശേഷം ഞാനിവിടെ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് ഞാൻ ഈ ഗാലറിയിൽ നിന്നുള്ള ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നു. ഇമേജ് ഓപ്പൺ ആക്കിയ ശേഷം ഞാൻ ആ ഇമേജ് അവിടുന്ന് കട്ട് ചെയ്തിട്ട് നേരത്തെ ചെയ്തു വെച്ച ആ ഒരു ഷേപ്പിൻ്റെ മുകളിലേക്ക് ഞാൻ പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ലെയർ ബോക്സ് സെലക്ട് ചെയ്തിട്ട് അവിടുന്ന് ഈ ഇമേജ് എന്നൊരു ലെയർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ലെയർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ നിന്ന് ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ടൂൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ ചെയ്തു വെച്ച ഫയൽ സേവ് ചെയ്യാനായിട്ട് ഫയൽ എക്സ്പോർട്ട് അടിച്ച് നമുക്ക് PNG ഫോർമാറ്റോ അല്ലെങ്കിൽ JPG ഫോർമാറ്റോ മറ്റേതോ ഫോർമാറ്റിലേക്ക് നമുക്ക് സേവ് ചെയ്യാനും PSD ഫോർമാറ്റിൽ സേവ് ചെയ്യാനോ ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. സേവ് ചെയ്ത ഫയൽ നമ്മുടെ സ്റ്റോറേജിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവുന്നതാണ്. ഫൈനലി ഇതിൻ്റെ വലിയൊരു ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്തു വെച്ച എന്തെങ്കിലും വർക്കുകൾ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ PCയോ സിസ്റ്റമോ ഒന്നും ഇല്ലാത്ത സമയത്ത് അതിൽ എന്തെങ്കിലും എഡിറ്റുകൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു PSD ഫയൽ നമ്മുടെ ഫോണിൽ ഉണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് നമുക്കത് കൂളായിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു നെക്സ്റ്റ് വീഡിയോ വരെ ബൈ.